നമസ്കാരം. കാത്തിരിപ്പിൻ്റെ ഇത്തിരി വെളിച്ചത്തിൻ്റെ തുരുത്ത് ഏറെ അകലെയല്ലെന്ന് വിശ്വസിക്കാൻ പഠിപ്പിച്ച ചിന്തകളാണ് ജീവിതത്തിൻ്റെ പ്രചോദനം. ഒറ്റപ്പെടലിലും വേദനയിലുമെല്ലാം ഏവരും പ്രതീക്ഷ അർപ്പിക്കുന്നതും ഈ വെളിച്ച തുരുത്തിലേക്കാണ്. വാർത്താ അധ്യായങ്ങളുടെ അതിവേഗ യാത്രയ്ക്കിടെ കാണാതെ പോകുന്ന വാസ്തുചിത്രങ്ങളുമായി കാഴ്ചക്കപ്പുറം വീണ്ടും പുതിയ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളികളുടെ വയറ് നിറയണമെങ്കിൽ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് നാം എത്തിയിട്ട് കാലം ഏറെയായി. നഗരവത്കരണവും ജീവിതത്തിൻ്റെ തിരക്കുകളുമാണ് ഇതിന് മറുപടിയായി മലയാളികൾക്ക് പറയാനുള്ളതെങ്കിൽ ആ വാദം തെറ്റാണെന്ന് തെളിയിക്കുകയാണ് തിരുവനന്തപുരം ശാസ്തമംഗലത്തെ മംഗലം ലൈൻ നിവാസികൾ. നഗരജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലും മട്ടുപ്പാവിലെ പച്ചക്കറിത്തോട്ടം വച്ചുപിടിപ്പിക്കുന്നതിന് ഇവർ സമയം കണ്ടെത്തുന്നു. ഇവിടുത്തെ ഹരിത വിശേഷങ്ങളാണ് ഈ ലക്കം കാഴ്ചയ്ക്കപ്പുറത്തിൽ ആദ്യം. ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷിരീതി പ്രാവർത്തികമാക്കുകയാണ് തിരുവനന്തപുരം ശാസ്തമംഗലത്തുള്ള മംഗലം ലെയ്ൻ റെസിഡൻസ് അസോസിയേഷൻ നിവാസികൾ. വിഷമയമില്ലാത്ത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ നഗരവാസികൾക്ക് ഒരു സുവർണാവസരമാണ് ഈ കേന്ദ്ര സർക്കാർ പദ്ധതി മുന്നോട്ടുവയ്ക്കുന്നത്. BSNL ഉദ്യോഗസ്ഥനും മംഗലം റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറിയുമായ പത്മനാഭൻ നായരാണ് ഈ കൃഷിരീതിയെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്നത്. തങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിലെ ആളുകളെങ്കിലും പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തരാകണം എന്നതാണ് പത്മനാഭൻ നായരുടെയും മറ്റ് അസോസിയേഷൻ ഭാരവാഹികളുടെയും ലക്ഷ്യം. ഈ കൃഷിയെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അസോസിയേഷൻ്റെ തീരുമാനം. ഇതിൻ പ്രകാരം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും, സമീപത്തുള്ള വീടുകളിൽ ഒക്കെ ഞങ്ങൾ ഇതിനു വേണ്ടിയുള്ള കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ബാഗുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാ വീടുകളുടെയും ടെറസിൻ്റെ മുകളിൽ ഇത്തരത്തിലുള്ള ഗ്രോ ബാഗുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവരെല്ലാം ഇൻട്രസ്റ്റോടുകൂടി ചെയ്തു വരികയാണ്. ഇത് ഞങ്ങൾ അസോസിയേഷൻ്റെ ഒരു പ്രധാന പ്രവർത്തനത്തിൻ്റെ ഒരു അജണ്ടയാക്കി ഇപ്പോൾ ഇതിനെ മാറ്റിയിരിക്കുകയാണ്. പോളിത്തീൻ ബാഗുകളിൽ മണ്ണു നിറച്ച് വളവും വിത്തും നൽകുക എന്ന ആദ്യ പടിയാണ് റെസിഡൻസ് അസോസിയേഷൻ ചെയ്യുന്നത്. പിന്നീടുള്ള സംരക്ഷണവും വിളവെടുപ്പുമെല്ലാം വീട്ടുകാരുടെ മിടുക്കുപോലിരിക്കും. കൃഷിയെ ജീവനതുല്യം സ്നേഹിക്കുന്ന പത്മനാഭൻ നായരും ഭാര്യ ശോഭനയും വലിയ മാതൃകയാണ് മംഗലം റെസിഡൻസ് അസോസിയേഷനിലെ മറ്റുള്ള താമസക്കാർക്ക് നൽകിയിരിക്കുന്നത്. അസോസിയേഷൻ ആദ്യം അനുവദിച്ച വിത്തുകൾക്ക് പുറമെ പുറത്തുനിന്ന് വാങ്ങിയ വിത്തുകളും പത്മനാഭൻ നായർ പരീക്ഷിച്ചു. എന്തായാലും പുറത്തുനിന്ന് പച്ചക്കറി വാങ്ങിയിട്ട് 3 മാസത്തിലധികമായി എന്നാണ് പത്മനാഭൻ നായർ പറയുന്നത്. കഴിഞ്ഞ 3 മാസം കൊണ്ട് ഞാൻ മലക്കറി വീട്ടാവശ്യത്തിന് എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കുന്നത്, ഒരിടത്തൊന്നും വാങ്ങാറില്ല. വീട്ടിലേക്ക് ആവശ്യമായതും അതിലേറെയും ഇപ്പോൾ ടെറസിലെ ഈ ചെറിയ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് ലഭിക്കും. പൂർണ്ണമായും ജൈവവളം മാത്രം ഉപയോഗിച്ചുള്ള കൃഷിയായതിനാൽ വിഷാംശമൊട്ടുമില്ലാത്ത നല്ല ഫ്രഷ് പച്ചക്കറിയാണ് ഇന്ന് ഈ വീട്ടുകാർ ഉപയോഗിക്കുന്നത്. ഈ വാർത്ത കാണുമ്പോൾ നഗരജീവിതത്തിലെ തിരക്കിൽ ഇതൊക്കെ പറ്റുമോ എന്ന് നെറ്റിച്ചുളിക്കുന്നവരുണ്ടെങ്കിൽ പറ്റുമെന്ന് പത്മനാഭൻ നായർ ഉറച്ച മറുപടി നൽകും. കാരണം രാവിലെയും വൈകിട്ടും കുറച്ചുനേരം ടെറസിൽ ചെലവഴിച്ചാൽ ലഭിക്കുന്നത് നല്ല ഒന്നാന്തരം പഴവലവും തക്കാളിയും വെണ്ടയും പച്ചമുളകുമൊക്കെയാണ്. ടെറസിൽ ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കും എന്നതുകൊണ്ട് കുറച്ച് ജൈവവളം കൂടി കിട്ടിയാൽ നല്ല വലുപ്പത്തിലുള്ള കായ്കൾ ലഭിക്കുമെന്നത് ഉറപ്പ്. മണ്ണു നിറച്ച ഈ പോളിത്തീൻ ബാഗുകൾക്ക് ഏകദേശം 6 വർഷം വരെ കാലാവധിയുണ്ട്. ഒറ്റ വിളവെടുപ്പ് കഴിഞ്ഞ് നശിച്ചുപോകുന്ന വിളകൾ നീക്കം ചെയ്ത് വീണ്ടും ബാഗിലെ മണ്ണ് ഉപയോഗിക്കാമെന്നതും ഈ കൃഷിയുടെ പ്രത്യേകതയാണ്. ജൈവവളം മാത്രമേ നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം മറ്റ് രാസവളങ്ങൾ ഉപയോഗിച്ചാൽ അത് എല്ലാ തരത്തിലും ദോഷവും ടെറസിനും കൂടി ദോഷമായതുകൊണ്ട് നമ്മൾ ജൈവവളം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതുപോലെ തന്നെ ജൈവ കീടനാശിനികൾ മാത്രമേ ഇതിന് ഉപയോഗിക്കാറുള്ളൂ.
ഒരു ബാഗ് അതിൻ്റെ ഉൽപ്പാദനം തീരുമ്പോൾ അതിനെ നമ്മൾ മാറ്റി 2 ദിവസം അത് ആ മണ്ണ് വെളിയിൽ തട്ടി മാറ്റിയിട്ട് പിന്നെ മറ്റേതെങ്കിലും വിത്ത് ആ ഇനം വിത്തിടാതെ വേറെ ഏതെങ്കിലും വിത്തിട്ട് നമ്മൾ കൃഷി ചെയ്ത് വരും. എന്തുതന്നെയായാലും പത്മനാഭൻ നായർക്കും ശോഭനയ്ക്കും നഗരവാസികളോട് പറയാൻ ഒന്നേയുള്ളൂ: എല്ലാവരും മട്ടുപ്പാവിലെ പച്ചക്കറിത്തോട്ടം ശീലമാക്കുക. ഒന്നു ശ്രമിച്ച് ഫലം കാണാത്തവർ നിരാശരാകാതിരിക്കുക. എന്തിനും ഏതിനും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന മലയാളികളുടെ ശീലത്തെ മാറ്റാൻ ഇത്തരം ചെറിയ സംരംഭങ്ങൾ പ്രചോദനമാകുമെന്ന് നമുക്ക് കരുതാം. മംഗലം ലൈൻ റെസിഡൻസ് നിവാസികളുടെ ശ്രമം മലയാളികൾ മാതൃകയാക്കട്ടെ. കാഴ്ചയ്ക്കപ്പുറം അടുത്തതായി പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത് ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ പരിശ്രമത്തിന്റെ വിജയഗാഥയാണ്. സൗരോർജ്ജ ചിറകിൽ വിമാനം പറത്തി ശ്രദ്ധ നേടിയിരിക്കുകയാണ് ചെന്നൈയിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ ഈ മലയാളികൾ. കണ്ടുപിടുത്തങ്ങളുടെ ലോകത്തിൽ തങ്ങളുടേതായ ഒരു സ്ഥാനം ഉറപ്പിക്കുകയാണ് ഇവർ. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി സംഘം രൂപകൽപ്പന ചെയ്ത് സൗരോർജ്ജത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ കൊച്ചു വിമാനം സർവകലാശാല ഗ്രൗണ്ടിൽ നിന്ന് കുതിച്ചുയർന്ന് മിനിറ്റുകൾക്ക് ശേഷം തിരിച്ചെത്തി. പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി പി അനീഷ്, ചാവക്കാട് സ്വദേശി അതുൽ കൃഷ്ണ, കോഴിക്കോട് പുതിയങ്ങാടി സ്വദേശി അമിത് ശങ്കർ, കൊല്ലം തട്ടാമല സ്വദേശി അഷ്റഫ് എന്നിവരാണ് അവസാന വർഷ പഠന പ്രൊജക്ടിന്റെ ഭാഗമായി സൗരോർജ്ജ ഗ്ലൈഡർ വികസിപ്പിച്ചെടുത്തത്. അതിലോലമായ ബ്ലസ മരച്ചട്ടയും കാർബൺ ഫൈബറും തെർമോകോളും ഉപയോഗിച്ച് നിർമ്മിച്ച 8.5 കിലോഗ്രാം ഭാരമുള്ളതാണ് ഈ ഗ്ലൈഡർ. വിദൂര സംവേദന നിയന്ത്രണ സംവിധാനത്തിന്റെ സഹായത്തോടെയാണ് ഗ്ലൈഡർ ആകാശത്തേക്ക് ചിറക് വിരിച്ചു പറന്നത്. അമേരിക്കയിൽ നിന്നെത്തിച്ച നവീന രീതിയിലുള്ള 8 സോളാർ പാനലുകൾ ഘടിപ്പിച്ച 7.5 മീറ്റർ നീളമുള്ള ചിറകുകളാണ് ഗ്ലൈഡറിന്റെ പ്രധാന ഘടകം. പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള 8 സോളാർ പാനലുകൾ അത് ഞങ്ങൾ US നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ 8 സോളാർ പാനലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട്. ഇത് ഓരോ പാനലും 7.2 വോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ശേഷിയുള്ള സോളാർ പാനലുകളാണ്. ഓരോ സോളാർ പാനലിലും 7.2 വോൾട്ട് വൈദ്യുതി ഉൽപാദന ശേഷിയുണ്ട്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മൈക്രോ കൺട്രോൾ സോളാർ ചാർജിംഗ് സംവിധാനം മുഖേന 11.1 വോൾട്ട് ശേഷിയുള്ള ലിഥിയം പോളാർ ബാറ്ററിയിലേക്ക് ശേഖരിച്ചാണ് ഗ്ലൈഡറിന് ഇന്ധനം നൽകുന്നത്. ഞങ്ങളുടെ ബാറ്ററി ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് 2200 mAh ലിഥിയം പോളിമർ ബാറ്ററിയാണ്. ഈ ലിഥിയം പോളിമർ ബാറ്ററി എന്ന് പറയുന്നത് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ബാറ്ററിയാണ്. ഇറ്റ്സ് വെരി ഹസാർഡസ്. അപ്പോൾ ഇതിന് എന്താ ഞങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു കറണ്ട് കൊടുക്കാൻ ഈ ബാറ്ററിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന രൂപത്തിൽ മാക്സിമം ഓവർ ചാർജോ ഓവർ കറണ്ടോ വന്നു കഴിഞ്ഞാൽ ഈ ബാറ്ററിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു മൈക്രോ കൺട്രോളർ ബേസ്ഡ് സോളാർ ചാർജറാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് LM3420 എന്ന് പറയുന്ന ഒരു മൈക്രോ കൺട്രോളർ ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യേണ്ടായി. ഇങ്ങനെ ഈ ഒരു മൈക്രോ കൺട്രോളർ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ സോളാർ പാനലിൽ നിന്നുള്ള എനർജി ഈ ബാറ്ററിയിലോട്ട് സ്റ്റോർ ചെയ്ത് വീണ്ടും എന്നിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബഹിരാകാശ ദൗത്യങ്ങളിലും സൈനിക ആവശ്യങ്ങളിലും കാലാവസ്ഥാ നിരീക്ഷണത്തിനും ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലും ഈ കൊച്ചു വിമാന മാതൃക പ്രയോജനപ്പെടും. ഭാവിയിൽ ഒരുപാട് യൂസ് ഉണ്ട്, എസ്പെഷ്യലി മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട്. മിലിറ്ററി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ വെതർ ഫോർകാസ്റ്റിംഗ്, അതുപോലെ തന്നെ സർവൈലൻസ്, അതുപോലെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഒരു മൊബൈൽ ആന്റിന ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. റിമോട്ട് ഏരിയാസിൽ മൊബൈൽ ആന്റിന ആയിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ ഒരുപാട് യൂസ് ഉണ്ട്. മാത്രമല്ല ഇനി ടെക്നോളജി ഇനിയും ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിവിലിയൻ എയർക്രാഫ്റ്റിന്റെ രൂപത്തിലോട്ടും ഈ സോളാർ പവർഡ് എയർക്രാഫ്റ്റിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ 5 മാസം കൊണ്ടാണ് ഈ വിമാനം വികസിപ്പിച്ചെടുത്തത്. 60,000 രൂപയാണ് ഇതിന് ചെലവായത്. കണ്ടെത്തലുകളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ നിമിഷവും പുതിയ പുതിയ അറിവുകളിലേക്ക് നമ്മൾ എത്തപ്പെടുന്നു. അറിവിന്റെ പുസ്തകത്തിൽ പുതിയ അധ്യായം കൂട്ടിച്ചേർത്ത ഇവർക്ക് എല്ലാ ആശംസകളും.
കഥകൾ വായിച്ചു വളരേണ്ട പ്രായത്തിൽ എഴുത്തുകാരുടെ മേലങ്കി അണിയുകയാണ് മേഘ റാവു. സ്വപ്നങ്ങളുടെ ലോകത്ത് സഞ്ചരിക്കുന്ന ഈ +2 വിദ്യാർത്ഥിനിയുടെ മേഖല ഫാന്റസി കഥകളാണ്. മേഘയുടെ ആദ്യ പുസ്തകമായ ആലീസ് ദി നെതർ വേൾഡിന്റെ പ്രസിദ്ധീകരണത്തിന് പ്രസാധകരെ കണ്ടെത്തിയതും ഈ കൊച്ചുമിടുക്കിയുടെ നിശ്ചയദാർഢ്യം തന്നെയായിരുന്നു. ഹാരി പോട്ടർ, ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നീ പുസ്തകങ്ങൾക്ക് ശേഷം കുട്ടികളുടെ ഇടയിൽ തരംഗമായി മാറുകയാണ് 16-കാരിയായ മേഘ റാവു രചിച്ച ആലീസ് ദി നെതർവേൾഡ് എന്ന പുതിയ ഫാന്റസി പുസ്തകം. പുസ്തകങ്ങളുടെ കൂട്ടുകാരിയായ ഈ +2കാരിയുടെ ആദ്യ സംരംഭമാണ് കുട്ടികളുടെ മനസ്സിനെ ത്രില്ലടിപ്പിക്കുന്ന ഈ ചെറുകഥ. ഒരു +2 വിദ്യാർത്ഥിനിയുടെ തൂലികയിൽ നിന്നുള്ള ഈ സൃഷ്ടി ഏവരെയും വിസ്മയിപ്പിച്ചുകൊണ്ടാണ് കടന്നുവന്നത്. വായനയിലും ചിത്രരചനയിലും പ്രത്യേക താൽപര്യമുള്ള മേഘയുടെ സൃഷ്ടികൾ അസൂയ ഉളവാക്കുന്നതാണ്. എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസറായ അച്ഛൻ വിശ്വനാഥ റാവുവിന്റെ ചിത്രരചനയിലുള്ള വൈഭവവും ചേച്ചിയുടെ കലാസൃഷ്ടികളുമാണ് തനിക്ക് ഇതിനായി പ്രചോദനമേകുന്നതെന്ന് മേഘ പറയുന്നു. ഈ ബുക്ക് എഴുതാനുള്ള മോട്ടിവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഉള്ള ഈ വാൾ പെയിൻറ്റിങ് എൻ്റെ ചേച്ചി വരച്ചൊരു പെയിൻറ്റിംഗ് ആണ്. ഇതിൻ്റെ തീം ആലിസ് ഇൻ വണ്ടർലാൻഡ് ആണ്. അപ്പം ഒരു ദിവസം ഞാനിവിടെ വന്ന് നോക്കിയപ്പോൾ ചേച്ചി അത് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ആലിസ് ഇൻ വണ്ടർലാൻഡ്, ആലിസ് എന്ന ക്യാരക്ടർ വണ്ടർലാൻഡിൽ പോകുന്നതിന് പകരമായിട്ട് വേറെ ഒരു വേൾഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും, ആ സ്റ്റോറി എങ്ങനെ ചേഞ്ച് ചെയ്യും. ഇപ്പം 4th വേൾഡ്, നെതർ വേൾഡ് എന്നൊരു വേൾഡാണ് എൻ്റെ സ്റ്റോറിയിലുള്ള മെയിൻ പ്ലേസ്. അതാണ് അതിൻ്റെ സെറ്റിംഗ്. അപ്പം ഇവിടെയുള്ള ആലിസ് എന്ന ക്യാരക്ടർ വണ്ടർലാൻഡിലാണ് പോകുന്നത്. പക്ഷെ എൻ്റെ ബുക്കിൽ നെതർ വേൾഡ് എന്നൊരു 4th വേൾഡിലാണ് പോകുന്നത്. അപ്പം അവിടെ പോകുമ്പോഴുള്ള അഡ്വെഞ്ചേഴ്സ് അതൊക്കെയാണ് ഈ ബുക്കിലുള്ളത്. സാമൂഹിക പ്രതിബദ്ധത മനസ്സിൽ ഒളിഞ്ഞുകിടക്കുന്ന ഈ വിദ്യാർത്ഥിനിയുടെ ലോകം പുസ്തകങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. പഠിക്കാൻ സമർത്ഥയായ മേഘയുടെ ലക്ഷ്യം വാക്കിനെ ആയുധമാക്കി സമൂഹത്തിന്റെ കൊള്ളരുതായ്മയ്ക്കെതിരെ പോരാടണം എന്നുള്ളതാണ്. സൊസൈറ്റി, ഇപ്പോഴത്തെ സൊസൈറ്റിയെ മെയിനായിട്ട് ഞാൻ ആക്ച്വലി ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടല്ലോ, ഇങ്ങനെ ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. പക്ഷെ അതല്ലാതെ തന്നെ സൊസൈറ്റിയിൽ മെയിനായിട്ട് ഇതുവരെ ഇപ്പോഴുള്ള ഒരു പ്രോബ്ലമാണ് ഈ സൂപ്പർസ്റ്റിഷൻസ്, ഈ അന്ധവിശ്വാസങ്ങൾ, പിന്നെ ഗോസിപ്പൊക്കെ, അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് അതൊക്കെയാണ്. പിന്നെ അല്ലാതെ വിമൻ പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോഴും ദ വീക്ക് അതിലൊക്കെ ഉണ്ടായിരുന്നു പെൺകുട്ടികളെ കൊല്ലുന്നതായിട്ടുള്ള ആർട്ടിക്കിൾസ്. അതൊക്കെ കേൾക്കുമ്പം ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അപ്പം അതിനെതിരായിട്ട് അറ്റ്ലീസ്റ്റ് വേർഡ്സ് ഉപയോഗിച്ച് എനിക്ക് പ്രതികരിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ട്രൈ ചെയ്യണം. കാർട്ടൂണുകളിൽ ആകൃഷ്ടിയായി ചെറുപ്പത്തിലെ ചിത്രരചന ശീലമാക്കിയ മേഘയുടെ വളർച്ച കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിലാണ്. തന്റെ രചനയെ ലോകത്തിന്റെ മുന്നിലെത്തിക്കാൻ മേഘയെ സഹായിച്ചത് ഈ മിടുക്കിയുടെ നിശ്ചയദാർഢ്യമാണ്. മേഘ സ്വയം നെറ്റിലൂടെ പബ്ലിഷേഴ്സിനെ കണ്ടെത്തി അവരുമായി കരാറിലെത്തിയാണ് പുസ്തകത്തെ വിപണിയിലെത്തിച്ചത്. ഇത് മേഘയ്ക്ക് സ്വന്തം അധ്വാനത്തിന്റെ അംഗീകാരമായി വേണം വിലയിരുത്താൻ. APK പബ്ലിഷേഴ്സാണ് പുസ്തകത്തെ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഒരു വായനക്കാരനെന്ന നിലയിൽ മകളുടെ സൃഷ്ടിയിൽ മികച്ചൊരു എഴുത്തുകാരിയുടെ ഭാവി കാണുന്നതായി അച്ഛൻ വിശ്വനാഥ റാവു പറയുന്നു. ഈ പറഞ്ഞ പോലെ ആ ബുക്കിന് ഇനി വീണ്ടും ഒരു 5 സീക്വൽ പോലാണ് 5 ഇത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടന്റിൽ ഒരു ലോങ് ടേമിൽ നോക്കുമ്പോൾ ഒരു നല്ലൊരു ആഥർ എന്ന രീതിയിൽ തെളിഞ്ഞു വരുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഫ്യൂച്ചറിൽ നല്ലൊരു പ്രോസ്പെക്ടസ് ഉണ്ട്. അതുമാത്രമല്ല, ഇപ്പോഴത്തെ ഒരു എഫർട്ട് വെച്ചിട്ട് വേറെയും ബുക്കുകളിൽ ഓരോ താല്പര്യങ്ങളുണ്ട് പലതും. പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായ മേഘ റാവുവിന്റെ പുതിയ കഥയുടെ തുടർച്ചയായി ഈ സീരീസിലെ 5 പുസ്തകങ്ങൾ കൂടി വരാനുണ്ടെന്നറിയുമ്പോഴാണ് ഇത് ഈ മിടുക്കിയുടെ തുടക്കം മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്.
പുത്തൻ ആശയങ്ങളുമായി എഴുത്തിന്റെ വഴിയിൽ ദീർഘദൂരം സഞ്ചരിക്കാൻ മേഘയ്ക്ക് കഴിയട്ടെ എന്നാണ് കാഴ്ചയ്ക്കപ്പുറത്തിന് പറയാനുള്ളത്. ഇനി വ്യത്യസ്തനായ ബാലനെ പരിചയപ്പെടാം. ആണുങ്ങളായാൽ നെഞ്ചും വിരിച്ച് നടക്കണമെന്നാണ് പറയാറ്. ഈ നാട്ടുചൊല്ല് മനുഷ്യന് മാത്രമല്ല തങ്ങൾക്കും ബാധകമാണെന്ന് തെളിയിക്കുകയാണ് ബാലനെന്ന ഈ പൂവൻ. രണ്ടു കാലിൽ നിവർന്ന് നെഞ്ചു വിരിച്ചുള്ള നടപ്പാണ് ബാലനെന്ന ഈ പൂവനെ വ്യത്യസ്തനാക്കുന്നത്. പത്തനംതിട്ട മൈലപ്പറ പൂവാണുമുട്ടിൽ പ്രസാദിന്റെ വീട്ടിലാണ് കൗതുകം പകരുന്ന ഈ പൂവനുള്ളത്. ഒരു വർഷം മുൻപ് വിൽപ്പനക്കാരന്റെ കയ്യിൽ നിന്നാണ് പ്രസാദ് ഈ പൂവനെ സ്വന്തമാക്കിയത്. ആദ്യം സാധാരണ രീതിയിലായിരുന്നു നടത്തം. പിന്നെ നടപ്പിൽ മാറ്റം വന്നു. ആണുങ്ങളായാൽ നെഞ്ചും വിരിച്ചു നടക്കണമെന്നാണ് ഈ പൂവന്റെ പക്ഷം. ഇവൻ ആരുടെ മുന്നിലും തല കുനിക്കില്ല. തല കുനിക്കണമെങ്കിൽ മുന്നിൽ തീറ്റ കിട്ടണം. ഒരു വർഷം മുമ്പ് ഒരാൾ സൈക്കിൾ വിൽക്കാൻ കൊണ്ടുവന്നതാണ്. അപ്പം ഞാൻ 2 കോഴിയെ വാങ്ങിച്ചു. അതിൽ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഇതിന് ഈ നടക്കാൻ ശരിയൊരു ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ ചെറിയ ബുദ്ധിമുട്ടുകൾ വന്ന് കുറേശ്ശെ നൂന്ന് നടക്കാൻ തുടങ്ങി. ഇപ്പം അത് നൂന്ന് നടക്കുന്നത്. തല ഉയർത്തി നെഞ്ചു വിരിച്ച് വലിയ ഗമയിലാണ് നടപ്പെങ്കിലും പൂവന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് വർണ്ണം ചാർത്തുന്ന അംഗവാലുകൾക്ക് നീളം കുറവാണ്. മറ്റു കോഴികളെപ്പോലെ നിൽക്കാനോ തീറ്റ ചെയ്യാനോ ഇവന് കഴിയില്ല. മറ്റു കൂട്ടുകാർക്കൊപ്പം ദൂരേക്കുള്ള സഞ്ചാരവും ബാലനെ കൊണ്ടാവില്ല. എന്നാൽ തല ഉയർത്തിപ്പിടിച്ച് ചിറകടിച്ചുള്ള ഇവന്റെ കൂവൽ ആരിലും കൗതുകമുണർത്തും. ചെതയത്തിനെ കൊണ്ട് കഴിയില്ല. ആഹാരങ്ങളൊക്കെ കുത്തി തിന്നുന്നുണ്ട്. പിന്നെ മറ്റു കോഴികളെ കുത്തുന്നുണ്ട്. ഇതാദ്യം മറ്റു കോഴി ഇതിനെ കുത്തുമായിരുന്നു. ഇപ്പം തിരിഞ്ഞ് അങ്ങോട്ട് കുത്തുന്നുണ്ട്. പിന്നെ തീറ്റകളൊക്കെ തിന്നും. ദൂരോട്ട് പോകത്തില്ല. ദൂരോട്ട് മുറ്റത്ത് ഇങ്ങനെ ഈ ചുറ്റുപാടൊക്കെ നിൽക്കത്തുള്ളൂ. ദൂരോട്ട് പോയാൽ പോകത്തില്ല. വലിയ സ്റ്റെപ്പൊക്കെ കയറാൻ പ്രയാസമാണ്. കുറേ ചെറുതായിട്ട് ചാടി കയറത്തുള്ളൂ. അതിൻ്റെ ബാലൻസ് ആയിട്ടില്ല. നടന്നു വരുന്നതേ ഉള്ളൂ. ബാലൻസ് പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. നടന്നാ പോകുന്നത്. ബാലൻ എന്ന ഈ പൂവന്റെ നല്ല നടപ്പ് കാണാൻ ദിവസവും നിരവധി ആളുകളാണ് പ്രസാദിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. നാട്ടുകാർക്ക് കാണുന്നവർക്കൊക്കെ ഉണ്ട്. കണ്ടുവരുന്നവർക്ക് ഒരു പ്രത്യേകത തോന്നുന്നുണ്ട്. കാര്യം ആരും കണ്ടിട്ടാത്തൊരു ഇതുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകമായിട്ടൊരു കാഴ്ചയുണ്ട്. ആൾക്കാർ പറയുന്നുണ്ട്. എന്തായാലും നാട്ടുകാർക്കിടയിൽ താരപരിവേഷമാണ് ബാലന് ഇപ്പോൾ ലഭിക്കുന്നത്. ബാലന്റെ നെഞ്ചും വിരിച്ചുള്ള നടത്തം ഏതായാലും നാട്ടുകാർക്ക് കൗതുക കാഴ്ച തന്നെയാണ്. അംഗവാലുകൾക്ക് നീളം കുറഞ്ഞാലും തലയെടുപ്പോടെ ബാലൻ നടക്കുകയാണ് മൈലപ്രയുടെ പുതിയ താരമായി. നീതിയുടെ വെളിച്ചവും സ്നേഹസാന്ത്വനങ്ങളുടെ സാമീപ്യവും അന്യമായ ജീവിത ചിത്രങ്ങളെ സുമനസ്സുകൾക്ക് പരിചയപ്പെടുത്തുന്ന മാധ്യമധർമ്മമാണ് ഞങ്ങളുടേത്. വാർത്താവേഗതയിൽ കടന്നു പോകുന്ന ഈ ദൃശ്യങ്ങൾക്ക് കൈത്താങ്ങാകാൻ പ്രേക്ഷകരുടെ സഹായവും ഞങ്ങൾ തേടുന്നു. വേറിട്ട വാർത്താ ചിത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങൾക്ക് എഴുതുക. ഒപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും. എഴുതേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, കാഴ്ചയ്ക്കപ്പുറം, ജയിൻ TV, ഫോർട്ട് PO, തിരുവനന്തപുരം 23. വീണ്ടും അടുത്തയാഴ്ച. ജയ് ഹിന്ദ്.